Hello students, welcome to Easy Learning with Suvida. ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് 3ാം ക്ലാസ്സിൻ്റെ മലയാളം കേരള പാഠാവലിയിലെ ആദ്യ ഭാഗത്തെ ആദ്യത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങളുടെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാഠഭാഗത്തിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ 3 യൂണിറ്റുകളാണുള്ളത്. ആദ്യത്തെ യൂണിറ്റ് എന്നത് കനകച്ചിലങ്കയാണ്, രണ്ടാമത്തെ യൂണിറ്റ് പലഹാരപ്പൊതിയാണ്, മൂന്നാമത്തെ യൂണിറ്റ് മനുഷ്യൻ്റെ കൈകൾ. അപ്പോൾ നമ്മൾ ഇന്ന് കനകച്ചിലങ്ക എന്ന യൂണിറ്റിലെ പാഠഭാഗങ്ങളും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, എൻ്റെ മലയാളം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ കനകച്ചിലങ്ക എന്നതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. ഇവിടെ ഒരു കവിതാശകലം കൊടുത്തിട്ടുണ്ട്. PT ഭാസ്കര പണിക്കരുടെ ഒരു കവിതാശകലമാണ്. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്ക് അമ്മയെ പോലെ ഈ ഭാഷ. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഏതാണ് കൂട്ടുകാരെ? അമ്മ ചൊല്ലിത്തരുന്ന ഭാഷ മാതൃഭാഷയാണ്. മാതൃഭാഷ മലയാളം എന്നതാണ് നമ്മുടെ മലയാളികളുടെ മാതൃഭാഷ. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്ക് അമ്മയെ പോലെയാണ് അല്ലേ. നമുക്കെല്ലാവർക്കും തന്നെ മലയാളം അമ്മയെപ്പോലെ തന്നെയാണ്. ഓരോ നാട്ടുകാർക്കും അവരുടെ മാതൃഭാഷ അവരുടെ അമ്മയെ പോലെയാണ്. നമുക്ക് മലയാളികളായ നമുക്ക് മലയാളം എപ്രകാരമാണോ അതുപോലെ തന്നെയാണ് തമിഴർക്ക് തമിഴും തെലുങ്ക് സംസാരിക്കുന്നവർക്ക് തെലുങ്കും അല്ലേ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മാതൃഭാഷയുണ്ട്. അവയൊക്കെ തന്നെ അവർക്ക് അവരുടെ അമ്മയോട് എന്ന പോലെ സ്നേഹം തോന്നുന്ന ഭാഷയാണ്, അവരുടെ മാതൃഭാഷയാണ്. മാതൃഭാഷയ്ക്ക് അതിൻ്റേതായ വൈകാരികത ഉണ്ട്. മാതൃഭാഷയിൽ നമ്മളൊരു കാര്യം ഒരു വ്യക്തിയോട് പറയുമ്പോൾ വളരെ വൈകാരികമായി നമുക്കത് ആ വ്യക്തിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമെന്നതുകൊണ്ടാണ് മാതൃഭാഷയ്ക്ക് ഇത്രത്തോളം സ്വീകാര്യത ലഭിക്കുന്നത്. അപ്പോൾ അമ്മ ചൊല്ലിത്തന്ന ഭാഷ എങ്ങനെയാണ് നമുക്ക് അമ്മയെപ്പോലെ ആ മാതൃഭാഷയോട് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നേണ്ടതാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. മലയാളത്തോട് നമുക്ക് സ്നേഹവും ബഹുമാനവും തോന്നണം എന്നർത്ഥം. ഇനി നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് ഒരു കവിതയാണ്. ഇത് രാമകൃഷ്ണൻ കുമരനെല്ലൂരിൻ്റെ തൂവൽ എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ്. കാക്കേരി പൂക്കിരി കാക്കേരി പൂക്കിരി തേന്മാവിൻ്റെ എട്ടാക്കൊമ്പത്ത് കാക്കേരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് അവധിക്കാലമാണ് അല്ലേ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും തന്നെ മുറ്റത്ത് കളിച്ച് നടക്കുന്ന സമയമാണ്. മാങ്ങകളുടെ കാലമാണ് അല്ലേ, മാമ്പഴക്കാലമാണ്. അപ്പോൾ നമുക്കറിയാം തേന്മാവ് എന്ന് പറയുന്നത് എന്താണ്? മധുരമൂറുന്ന മാമ്പഴങ്ങളുള്ള മാവാണ് തേന്മാവ്. അപ്പോൾ അതിൻ്റെ എത്താക്കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. ഒരു തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത്രയും ദൂരത്തുള്ള മാങ്ങകളൊന്നും പറിക്കാൻ കഴിയില്ല. അപ്പോൾ എത്താക്കൊമ്പത്താണ് മാങ്ങകൾ എന്ത് ചെയ്യുന്നത്? പഴുത്തു തൂങ്ങുന്നത്. കാക്കിരി പൂക്കിരി എന്നത് ഇവിടെ ഒരു ആലങ്കാരിക ഭാഷ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത്, കുട്ടികൾക്ക് എത്തിപ്പിടിക്കാവുന്നതിലും അപ്പുറം ഉയരത്തിൽ ഉള്ള കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങിക്കിടക്കുകയാണ് തേന്മാവിൽ മാങ്ങകൾ. കാക്കേരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കേരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. നമുക്കറിയാം, ഇത് കാണുമ്പോൾ കുട്ടികളായ നിങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായും സന്തോഷം കൊണ്ട് ഇത് കയ്യിൽ കിട്ടിയില്ലെങ്കിൽ കൂടിയും ഇത് കാണുമ്പോൾ ആ ഒരു കാഴ്ചയിൽ നിങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായും ആർത്തു വിളിക്കും അല്ലേ, ബഹളം വെക്കും. കുട്ടികളുമായി ചേർന്ന് കൂട്ടുകാരുമായി ചേർന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ആർത്ത് വിളിക്കും. അപ്പോൾ കുട്ടികളെല്ലാവരും ആർത്ത് വിളിക്കുകയാണ്. കാക്കേരി പൂക്കിരി കാറ്റിൻ കൈകൾ കൊമ്പുകുലുക്കുന്നു.
കുട്ടികളിങ്ങനെ ആർത്ത് വിളിക്കുന്നത് കണ്ടിട്ട് കാറ്റ് എന്ത് ചെയ്യുകയാണ്? അതിൻ്റെ അദൃശ്യമായിട്ടുള്ള കൈകൾ, നമുക്ക് കാറ്റിൻ്റെ കൈകൾ കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്കറിയാം കാറ്റ് വീശുന്നത് നമുക്കറിയാം അല്ലേ? ആ ഒരു സ്പർശനം നമുക്കറിയാം. അപ്പോൾ കാറ്റിൻ്റെ അദൃശ്യമായിട്ടുള്ള കൈകൾ ഈ കുട്ടികളിങ്ങനെ ആർത്ത് വിളിക്കുന്നത് കണ്ടിട്ട്, കുട്ടികളുടെ വിഷമം കണ്ടിട്ട്, കുട്ടികൾക്കത് എത്താ കൊമ്പത്താണല്ലേ ഈ മാങ്ങകൾ തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് വിഷമം കൊണ്ടിട്ട് കാറ്റ് എന്ത് ചെയ്യുകയാണ്? അതിൻ്റെ അദൃശ്യമായിട്ടുള്ള കൈകൾ കൊണ്ട് ആ കൊമ്പ് കുലുക്കുകയാണ്. ആ മാവിൻ്റെ മാങ്ങകൾ പഴുത്ത് തൂങ്ങിക്കിടക്കുന്ന ആ മാവിൻ്റെ കൊമ്പ് കുലുക്കുന്നു. കാക്കിരി പൂക്കിരി 4-5 നിലത്ത് വീഴുന്നു. എന്താണ് നിലത്ത് വീണത്? കാറ്റിൻ്റെ അദൃശ്യമായിട്ടുള്ള കൈകൾ കൊണ്ട് കാറ്റ് എന്ത് ചെയ്തു? മാവിൻ്റെ കൊമ്പ് കുലുക്കിയപ്പോൾ ആ മാവിൽ അല്ലെങ്കിൽ ആ കൊമ്പിൽ പഴുത്ത് തൂങ്ങിക്കിടന്ന തേന്മാവിൻ്റെ മാങ്ങകൾ, തേന്മാവിലുള്ള ആ മാങ്ങകൾ 4-5 എന്ത് ചെയ്തു? നിലത്ത് വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിന് സമ്മാനം. അങ്ങനെ കാക്കിരി പൂക്കിരി തേൻ തുള്ളികൾ, എന്തിൻ്റെ തേൻ തുള്ളികളാണ്? അത്രത്തോളം മാധുര്യമുള്ളതാണ് തേന്മാവിലെ മാങ്ങകളെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? അപ്പോൾ ആ തേൻതുള്ളികൾ നാവിന് സമ്മാനമേകുന്നു. കാറ്റിൻ്റെ അദൃശ്യമായിട്ടുള്ള കൈകൾ വീഴ്ത്തിയ ഈ മാങ്ങകൾ കുട്ടികൾ പെറുക്കിയെടുത്ത് കാണുമല്ലേ? നിലത്ത് വീണപ്പോൾ സന്തോഷം കൊണ്ട് കുട്ടികൾ പെറുക്കിയെടുത്ത് പരസ്പരം പങ്കിട്ടിട്ടുണ്ടാവും. എത്ര പേരുണ്ടെങ്കിലും ഈ 4-5 മാങ്ങകൾ എല്ലാവരും കൂടെ പങ്കിട്ട് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ആ മാങ്ങയുടെ ആ മധുരമൂർന്ന അതിമധുരമുള്ള മാങ്ങയുടെ അതിൻ്റെ നീര്, ആ നീരിന് അത്രത്തോളം മാധുര്യമുണ്ട്. ആ നീര് അത് തേൻതുള്ളി കണക്കെയാണ്. അപ്പോൾ ആ തേൻതുള്ളികൾ കുട്ടികളുടെ നാവിന് എന്താണ്? ഒരു സമ്മാനമേകുകയാണ്. അത്രത്തോളം മാധുര്യമുള്ളതാണ് ആ മാങ്ങകൾ എന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മാങ്ങയുടെ കാലമാണ്, മാമ്പഴക്കാലമാണ്, അവധിക്കാലമാണ് ഇപ്പോൾ, നിങ്ങൾക്കറിയാം. അപ്പോൾ എല്ലാവരും മാവിൻ ചൂട്ടിലൊക്കെ പോയി നിൽക്കുന്ന സമയമാണ്. കുട്ടികൾക്ക് എത്താ കൊമ്പത്ത് ആണ് മാങ്ങകൾ കിടക്കാറ്. അത്രയ്ക്ക് ഉയരത്തിലാണ്, കുട്ടികൾക്കത് എത്തില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളിങ്ങനെ നോക്കി നിൽക്കും, കല്ലെറിഞ്ഞ് നോക്കും, ആർത്ത് അട്ടഹസിക്കും, കൂക്കി വിളിക്കും. പക്ഷേ മാങ്ങകൾ താഴെ വീഴില്ല. അപ്പോഴായിരിക്കും കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ടൊരു കാറ്റ് വീശുന്നത്. ആ കാറ്റിൻ്റെ അദൃശ്യമായിട്ടുള്ള കൈകൾ കൊണ്ട് 4-5 മാങ്ങകൾ, പഴുത്ത മാങ്ങകൾ താഴെ വീഴും. ഇത് സന്തോഷത്തോടെ കുട്ടികൾ എന്ത് ചെയ്യും? ഓടിപ്പോയി പെറുക്കിയെടുക്കും. അവ എത്ര പേരുണ്ടെങ്കിലും, വളരെ എണ്ണം കുറവാണെങ്കിലും അവ പരസ്പരം പങ്കിട്ട് കഴിക്കുകയും ചെയ്യും. ആ മാങ്ങകൾ അത്രത്തോളം മധുരം ഏകുകയും ചെയ്യും. കുട്ടികൾക്ക് പങ്കിട്ട് കഴിക്കുമ്പോൾ സ്വാദ് ഇരട്ടിക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ കവി പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? രാമകൃഷ്ണൻ കുമരനെല്ലൂരിൻ്റെ തൂവൽ എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗങ്ങളാണിത്. അപ്പോൾ നിങ്ങളിവിടെ പഠന പ്രവർത്തനങ്ങൾ നോക്കുക. താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കുക. ഞാൻ ഈ ചൊല്ലിയ ഈണത്തിലല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്ന ഈണത്തിലൊക്കെ ഈ കവിതകൾ എന്ത് ചെയ്യുക? ചൊല്ലി നോക്കുക. അടുത്ത പഠന പ്രവർത്തനം നോക്കൂ. ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ ഏതെല്ലാം? ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത്? കൂട്ടുകാരുമായി പങ്കുവയ്ക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാക്കിരി പൂക്കിരി എന്ന 2 വാക്കുകളാണ് ഈ കവിതയിൽ ആവർത്തിച്ച് വരുന്നത് അല്ലേ? അപ്പോൾ ഈ വാക്കുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് അർത്ഥം പറയാൻ പറ്റില്ലാത്ത ഒരു വാക്കാണെങ്കിലും ഇത് ഒരു ആലങ്കാരിക ഭാഷയായിട്ടാണ് കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് കവിതയുടെ മനോഹാരിത കൂട്ടാൻ ഈ ആലങ്കാരിക വാക്കുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രവർത്തനം നോക്കൂ. കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കൂ. അപ്പോൾ നമ്മുടെ കവിതയുടെ ആശയമൊക്കെ നമ്മൾ നോക്കിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തേന്മാവ് വരയ്ക്കാം. തേന്മാവിൽ നിന്ന് അദൃശ്യമായ കാറ്റിൻ്റെ കൈകൾ കൊണ്ട് നിലത്ത് വീഴുന്ന മാങ്ങകളെ വരയ്ക്കാം. നിലത്ത് വീണ് കിടക്കുന്ന മാങ്ങകളെ വരയ്ക്കാം. കുട്ടികൾ ആർത്ത് വിളിക്കുന്നത് വരയ്ക്കാം. കുട്ടികൾ പരസ്പരം മാങ്ങകൾ പങ്കിട്ട് കഴിക്കുന്നത് വരയ്ക്കാം. എന്ത് വേണമെങ്കിലും വരയ്ക്കാം. അതിന് അനുയോജ്യമായിട്ടുള്ള നിറവും നൽകി നോക്കുക. ഇനി വരച്ച ചിത്രങ്ങൾ പരസ്പരം എന്ത് ചെയ്യുക? കൂട്ടുകാരുമായി കൈമാറാനാണ് പറഞ്ഞിട്ടുള്ളത്, പങ്കുവയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുമല്ലോ കൂട്ടുകാരെ? തീർച്ചയായും ചെയ്ത് നോക്കുക.